ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്തു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനിജസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം വാങ്ങിക്കുവാൻ തനിക്ക് ഈ ദിവസങ്ങളിൽ എല്ലാ വഴികളും തുറക്കേണ്ടതിനായിട്ട് താൻ ആ ഭവനം കണ്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുള്ള എല്ലാ വഴികളും ദൈവം തുറക്കേണ്ടതിനായിട്ട്, സാമ്പത്തികമായി മറ്റു കാര്യങ്ങളെല്ലാം നടന്നു വരേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ സഹോദരൻ്റെ 2 മക്കൾ UK പോകാനായിട്ട് ശ്രമിക്കുന്നു. ഈ 21-ാം തീയതിക്ക് മുമ്പേ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിക്കേണ്ടതിനായിട്ട്, അതിനുള്ള വഴി ദൈവം തുറന്നു കൊടുക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഈ സഹോദരി ക്രിയാറ്റീവ് നോർമൽ ആകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച്. അതേപോലെ തന്നെ ഈ മാസം ഒരു ജർമ്മനിയുടെ റിസൾട്ടും കൂടെ ഈ കുടുംബം ആഗ്രഹിക്കുകയാണ്. കർത്താവ് അതിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായിട്ട് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും നിന്നാൽ അവൻ്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം ശത്രു തകർച്ചയും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവന്നാലും അതെല്ലാം ദൈവം ഗുഡ് ന്യൂസ് ആക്കും. കാരണം സുവിശേഷം എന്ന് പറയുന്നത് സുവാർത്തയാണ്. സുവാർത്ത ഈ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരും. കാരണം ഇവർ ഈ എപ്പിസോഡിന് വേണ്ടി കരം നീട്ടുമ്പോൾ അനേകർ ഈ ദൈവവചനം കേൾക്കുകയാണ്. ഈ ദൈവവചനത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ ഇന്ന് ഈ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഈ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. കണ്ണുകൊണ്ടൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ചലിക്കണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ. അപ്പ യേശുവേ, രക്തത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു വിടുതലാക്കണമേ അപ്പ, ഇതൊരു അത്ഭുതമാക്കണമേ യേശുവേ. പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കർത്താവ് ഈ മകൾക്ക് വേണ്ടി ആ ഭവനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. ഞാനിങ്ങനെ ഒരു കാഴ്ച കാണിയാണ്. ഒരു താക്കോൽ കൂട്ടം ഈ സഹോദര കയ്യിൽ വരികയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തനായി നന്ദി. കർത്താവെ, അങ്ങ് വാക്കുമാറാത്തവനാകിയാൽ സ്തോത്രം. അതേ നിലയിൽ തന്നെ സഹോദരൻ്റെ 2 മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ യൂക്കയുടെ വഴി അങ്ങ് തുറന്നതിനായി സ്തോത്രം. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിനായി നന്ദി. കർത്താവ്, ഇതൊരു വലിയ സാക്ഷ്യമാക്കണമേ. അതേ നിലയിൽ തന്നെ ആ ക്രിയാറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നോർമലാകണം അപ്പ, യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത ദിവസങ്ങളുടെ ടെസ്റ്റിൽ താൻ പൂർണ്ണ സൗഖ്യമായതും തൻ്റെ ജീവിതത്തിനകത്ത് യേശു ജീവിക്കുന്ന ദൈവം എന്ന് വെളിപ്പെടുത്താൻ തക്കവണ്ണം കർത്താവെ ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ പൂർണ്ണമായിട്ട് ഈ മാസം ഈ കുടുംബം ജർമ്മനി റിസൾട്ടിനായിട്ട്, ആ ജർമ്മൻ ലാംഗ്വേജിൻ്റെ റിസൾട്ടിനായിട്ട് കർത്താവെ അത്ഭുതകരമായി പാസ്സായതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വിഷയങ്ങളെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിക്കുമ്പോൾ ഈ മെയ് മാസം തീരുന്നതിന് മുമ്പേ ഇതിനകത്ത് സാക്ഷ്യം അങ്ങ് വെളിപ്പെടുത്താനായത്. കാരണം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 1:17 പറയും, നിങ്ങൾക്കധികം പ്രയാസമായതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാനതിന് തീർത്തു തരാമെന്ന് പറഞ്ഞു. കർത്താവെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം ഈ കുടുംബത്തിൻ്റെ വിഷയങ്ങളെ തീർത്ത് അത്ഭുതമാക്കാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, പൂർണ്ണമായി അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്ന. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഞാൻ ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു കടക്കാരനല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് എന്ന് പറഞ്ഞാൽ ഈ വചന സന്ദേശം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊള്ളുമ്പോൾ വചനത്തിനകത്ത് വെളിപ്പെടുന്ന വിടുതലുകൾ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടൊന്ന് പറഞ്ഞാൽ, ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ദൈവത്തിൻ്റെ വചനത്തിന് ചെയ്യാൻ കഴിയും. ആഴമായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ഏത് അനുഭവത്തിലാണോ എന്നെ കേൾക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ദൈവം വചനം അയച്ച് ചെയ്യാൻ പോകുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ,
പറഞ്ഞു കഴിഞ്ഞാൽ 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ പറ, ഈ വചനം അയക്കപ്പെടുന്നതാണ്. യെശയ്യാവ് 55 വ്യക്തമായി പറയുന്നു, പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ്റെ വചനമായിരിക്കും. അത് അതിൻ്റെ കാര്യം തികച്ച് അതിൻ്റെ ഇഷ്ടം തികച്ചിട്ട് മാത്രമേ തിരിച്ചു മടങ്ങിപ്പോകത്തുള്ളെങ്കിൽ വിശ്വസിക്കുക. ഇതാ പാറയെ തകർക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതാ എൻ്റെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യിരെമ്യാവ് 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. എന്നെ കേൾക്കുന്നവരെ, വചനം അയക്കപ്പെടുന്നു, നിവർത്തീകരിക്കപ്പെടുന്നതാണ്. 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുകയാണ്, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അയക്കപ്പെടുന്ന വചനം വേഗത്തിൽ ചിലത് ചെയ്യുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്നവൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതാ നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ആഴമായി വിശ്വസിക്കുക. ഇന്ന് ഈ വചനം ചിലവർക്ക് വെളിച്ചമാകാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1 അതിൻ്റെ 4 വാക്യം പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം കേൾക്കുമ്പോൾ ഇരുട്ടിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ വചനത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. വചനം അയക്കപ്പെടുന്നതാണ്. അയക്കപ്പെട്ട വചനം ഒഴിഞ്ഞ പടകളെ നിറയ്ക്കുന്നതാണ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ്. ദൈവശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, ശബ്ദത്തിന് അധികാരമുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല അധികാരവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശബ്ദത്തിന് അധികാരമുണ്ട്. ഇതാ ശതാധിപൻ യേശുവിനോട് പറയുകയാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നിങ്ങൾ വിശ്വസിക്കാവോ? ആ പുറപ്പെടുന്ന ശബ്ദം ഇതാ ബാല്യക്കാരനെ എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, അയക്കപ്പെടുന്ന ശബ്ദത്തിൽ ഒരു അധികാരം വെളിപ്പെടുന്നുണ്ടെങ്കിൽ അസാധാരണമായ വാതിലുകൾ ഇതാ തുറന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്തത്. അതേ നിലയിൽ തന്നെ, 1 വചനത്തിൻ്റെ ദൈവത്തോളം ശക്തിയുണ്ട്, 2 വചനം വെളിച്ചമാണ്. വെളിച്ചം എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, യോഹന്നാനിൽ നമ്മൾ തൊട്ട വാക്യം നിങ്ങൾ മറക്കരുത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിൻ്റെ 9 വാക്യത്തിൽ വരുമ്പോൾ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ആ വചനം ജഡമായി തീർന്നു, അതാണ് യേശു. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കുക. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിച്ചുകൊണ്ട് ഇതാ മുമ്പോട്ട് വഴിയില്ലെന്ന് പറയുന്നവന് ഈ വചനം പ്രകാശമായി വെളിപ്പെടുകയാണ്. അപ്പോൾ 1 അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വചനം, 2 വഴിയെ തുറക്കുന്ന പാതയെ പ്രകാശമാക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചനത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 1 അതിൻ്റെ 3 വാക്യം പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. 2 ഇത് പ്രമാണിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു. അതേപോലെ ഇത് വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതേ നിലയിൽ തന്നെ ഞാൻ ആരെയോ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ ഇത് പ്രമാണിക്കുമെന്നുള്ള ആ തലത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങളറിയാതെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കുകയാണ്. അപ്പോൾ 1 വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്, 2 വചനം നമ്മെ വഴിതെളിക്കുന്നതാണ്, 3 വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം അനുഗ്രഹിക്കപ്പെടും, 4 ഈ വചനം എക്സ്റേ രശ്മികളെക്കാൾ ആഴത്തിൽ ഇതാ നിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. മറഞ്ഞിരിക്കുന്ന ചിലതിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എങ്കിൽ അടുത്തത്, ഈ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങൾ ശത്രു വെച്ചിട്ടുണ്ടെങ്കിലും ഈ വചനം എന്ന വാള് ഇതാ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടു കൂടെ ഈ വചനത്തിൻ്റെ ആഴത്തിലൊന്ന് ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ ഇപ്പോൾ മുതൽ സംഭവിച്ചു തുടങ്ങട്ടെ. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. നാം ഈ കേൾക്കുന്ന വചനത്താൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ലോകം കാണാത്ത ചില വഴികൾ ഇപ്പോൾ മുതൽ തുറക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആഴമായ ചില വിടുതലുകൾ സംഭവിക്കുമെന്ന് ഒരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവേ, ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതൊരു അതിശയത്തിൻ്റെ സമയമാണ്. എൻ്റെ കൂടെ അങ്ങനെ
അങ്ങനെ തന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ആഴമായൊരു വിടുതൽ, ആഴമായൊരു ദൈവപ്രവൃത്തി ഇവരുടെ മേളിൽ ഇന്ന് പ്രകാശിക്കണം, ഇവരുടെ മേളിൽ ഇന്ന് വെളിപ്പെട്ട് വരണം. എൻ്റെ കൂടെ അങ്ങനെ വിശ്വസിക്കുന്ന ചിലർ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ ശദ്രക്ക്, മേശക്ക്, അബ്ദിനോഗ് ഈ 3 ചെറുപ്പക്കാരുടെ മുമ്പിൽ വലിയൊരു എതിർപ്പ് വെളിപ്പെട്ട് വരികയാണ്. ആ എതിർപ്പിൻ്റെ മുമ്പിൽ, ആ സാഹചര്യത്തിന് മുമ്പിൽ തീരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ അനുഭവത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ചിലവരും മധ്യത്തിൽ ദൈവം ആളയച്ച്, അല്ലെങ്കിൽ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവന് വേണ്ടി ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നത് പോലെ ഈ 3 പേരുടെ മുമ്പിൽ എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. ദാനിയേൽ പ്രവചനം ആഴമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ഇതാ തീയിൽ 4-മനായി ഇറങ്ങി വരികയാണ്. അവരെ ആരാണോ ബന്ധിച്ച് തീയിലിട്ടത്, അവർ ഇതാ നെബൂഖദ്നേസർ ഭ്രമിച്ചെഴുന്നേൽക്കുകയാണ്. ഭ്രമിച്ചെഴുന്നേറ്റിട്ട് പറയുകയാണ്, നമ്മൾ 3 പേരെയാണ് ബന്ധിച്ച് തീയിലിട്ടത്, പക്ഷേ ഇതാ 4 പേർ കെട്ടഴിഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇനി സാഹചര്യത്തിൽ ഒരു വിടുതലില്ല, എൻ്റെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് വഴിയില്ലെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം ഇറങ്ങി നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഭയങ്കര കാര്യം ചെയ്യാൻ പോവുകയാണ്. ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുക. ഇതാ വലിയ ദൈവപ്രവൃത്തി നടക്കുന്നത് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വാതിൽ തുറക്കാൻ പോകുന്നത് കാണാൻ കഴിയുകയാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ഈ ദൈവവചന സന്ദേശത്തിനകത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം പ്രിയരെ. എൻ്റെ ദൈവം മതിയായവനെന്ന് പറയുന്നത് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ ഈ ദൈവം വിടുവിക്കാൻ ശക്തനാണ്. അങ്ങനെ പറയുന്ന ചിലവർക്ക് വേണ്ടി ഞാൻ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 105-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. എന്നെ കേൾക്കുന്ന ഈ വചനത്തെ അതേപോലെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യോസഫിനെ കുറിച്ച് പറയുന്ന പദമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേട്ടത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ചിലവരെ അടുക്കലേക്ക് എൻ്റെ ദൈവം ആളയച്ച് വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായത്, എവിടെയാണോ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാഞ്ഞത്, ഇതാ എൻ്റെ ദൈവം ആളയച്ച് നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ആഴമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കൊണ്ടറയിൽ നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തിന് ആമേൻ പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് ആളയച്ച് വിടുവിക്കുന്നത് പറയുമ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് വേഗത്തിൽ അവനെ ഇറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നുവരെയും കാണാത്തൊരു വേഗത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാണ്. നാളുകളായി ജോലിയില്ലാതെ നിൽക്കുന്നവർ, നാളുകളായി ഒരു ഉയർച്ചയില്ലാതെ നിൽക്കുന്നവർ, നാളുകളായി ഭാരപ്പെട്ട് നിൽക്കുന്നവരെ അടുക്കലേക്ക് ഇതാ വേഗത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. അവർ അവനെ കുണ്ടറയിൽ നിറക്കി ക്ഷൗരം ചെയ്യിച്ചു. ഇതാ വസ്ത്രം മാറി രാജാവിൻ്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് അർഹിക്കാൻ പറ്റാത്ത നിലയിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. അർഹതയില്ലാത്തിടത്തേക്കാണ് ഇതാ യോസഫ് കയറി ചെല്ലുന്നത്. കാരാഗ്രഹത്തിൽ നിന്ന് വേഗത്തിൽ മന്ത്രിപദം വരെ എത്തുക എന്ന് പറയുന്നത് അത് സാധാരണ കാര്യമല്ല. ദൈവം ഒരുത്തൻ്റെ കരം പിടിച്ചു എന്നുള്ളതിൻ്റെ ആഴമാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ കരം ദൈവം പിടിക്കുകയാണ്. നിന്നെ അർഹതയില്ലാത്തിടത്തേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ എസ്തേറിൻ്റെ ജീവിതത്തിനകത്ത് അപ്പനും അമ്മയില്ലെങ്കിലും ആ രാജസന്നിധിയിൽ ചെല്ലുവാൻ അവൾക്ക് ഇതാ ഹല്ലേലൂയ അവസരം ലഭിക്കുന്നു. എല്ലാ സ്ത്രീകളെക്കാളും, എല്ലാ കന്യകമാരെക്കാളും അധികം പക്ഷം തോന്നി ഇതാ രാജാവ് അവളുടെ തലയിലേക്ക് കിരീടം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അർഹതയില്ലാത്തിടത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. അർഹതയില്ലാത്തിടത്തേക്ക് ആളയച്ച് ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നു. കർത്താവ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൂത് ആരുടെയൊക്കെ മേളിൽ ഇപ്പോൾ നിവർത്തിയാകുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഒന്നുകൂടെ ഒരാഴം നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. മാനുഷികമായി ഇനിയൊരു സഹായമില്ല, മാനുഷികമായി ഇനിയൊരു ആഹാരത്തിൻ്റെ പോലും മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏലിയാവിൻ്റെ ദൈവം രാവിലെയും വൈകിട്ടും കാക്ക അയച്ച് അപ്പവും ഇറച്ചിയും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏലിയാവിൻ്റെ ദൈവം എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി ചലിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെയും കാണാത്തൊരു ചലനത്തിനായി. ഹല്ലേലൂയ. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. കാക്ക ആർക്കും അപ്പം കൊടുത്തൊരു ചരിത്രമില്ല, പക്ഷേ ആർക്കും കൊടുക്കാത്ത ചിലവരെ കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി പുലർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് വിശ്വസിക്കുക. ആർക്കും തുറക്കാത്തത് ചിലതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ആത്മാവിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇത് നിൻ്റെ സമയമാണ്. ഇത് നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മ
പരിശുദ്ധാത്മാവെ, ഈ ജനത്തിന് വേണ്ടി ഞാനിപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അത്ഭുതത്തിലേക്ക് തിരിയുന്നതിനായി സ്തോത്രം. അതേ നിലയിൽ തന്നെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് ആർക്കും കയറി ചെല്ലാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് പ്രതീക്ഷകളെല്ലാം തീർന്നു എന്ന് ലോകം പറയുമ്പോൾ, അവൻ യാക്കോബിനെ കൊന്നു, ഇനി പത്രോസിനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുക വാക്തത്വമുള്ള, വിശ്വാസമുള്ള, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൂതനെ ദൈവം അയക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, വേഗത്തിൽ ചില ദൂതന്മാരുടെ ചലനം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ മേൽ നിന്ന് വീണുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇതാ കാരാഗ്രഹത്തിൻ്റെ നടുവിൽ ദൂതൻ ഇറങ്ങിയാണ്. ദൂതൻ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വെളിച്ചം വെളിപ്പെടുന്നു. അവൻ്റെ വിലാപ്പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കെട്ടിയ ചങ്ങലകൾ അഴിയാണ്. ഇപ്പോൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ദൂതൻ്റെ വിസിറ്റേഷൻ നിന്റെ അടുക്കൽ വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെയും കാണാത്ത ചില ചലനങ്ങൾ സ്വീകരിക്കുക, അത് വെളിപ്പെട്ട് വരട്ടെ, അത് അത്ഭുതമായി തീരട്ടെ. ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് ചലിക്കുകയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിനക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് നിന്റെ വിഷയത്തിനകത്ത് താക്കോലിട്ട് തുറക്കാൻ കഴിയുന്ന ദൂതന്മാർ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൂതന്മാർ, ചില പേപ്പറുകളെ ചലിപ്പിക്കാൻ കഴിയുന്ന ദൂതന്മാർ ഇപ്പോൾ നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില അധികാരികളോട് ഇടപെടാൻ കഴിയുന്ന ദൂതന്മാർ ഇപ്പോൾ നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു ഭാഗത്ത് പ്രാർത്ഥന നടന്നു നോക്കി. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലവരോട് എനിക്ക് ദൂത് പറയാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാണാത്ത അദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവൃത്തി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അസാധാരണമായതൊന്ന് നിൻ്റെ വെളിയിൽ വെളിപ്പെട്ട് വരട്ടെ. നിൻ്റെ വെളിയിൽ ചലിക്കാൻ തുടങ്ങട്ടെ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ വെളിയിൽ വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, അളവില്ലാത്ത ചില വിടുതലുകൾ ഇപ്പോൾ ഈ ജനത്തിന് മേൽ അങ്ങ് പകരുകയാണ്. നിങ്ങൾ നോക്കേ, അങ്ങനെ ദൂതൻ ഇറങ്ങി പത്രോസിനെ എഴുന്നേൽപ്പിക്കുന്നു. അടുത്തത് നിങ്ങൾ നോക്കിയേ, 8-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ദൂതൻ അവരോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ നോക്കിയേ, ഇതാ ദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിറക്കുകയാണ്, പിന്നാലെ വരാൻ പറയുകയാണ്. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതമേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. നിങ്ങൾ നോക്കേ, ദൂതൻ ഇതാ മനുഷ്യനടച്ച ചില വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഹെരോദാവ് എത്ര പൂട്ടിയാൽ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. അടുത്തത് നോക്കേ, 1-ാമത്തെ വാതിൽ, 2-ാമത്തെ വാതിൽ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിന്നോട് എതിരായിട്ട് നിന്റെ ജോലിയുടെ വാതിലുകൾ അടച്ച, നിന്നോട് വിരോധമായി നിന്ന് നിന്റെ ഉയർച്ചയുടെ വാതിലടച്ച, നിന്റെ വീടിൻ്റെ സ്വസ്ഥതയുടെ വാതിലടച്ച, അങ്ങനെ അനേക വാതിലുകൾ ശത്രു അടച്ചെങ്കിൽ ഇന്ന് വിശ്വസിക്ക്, എൻ്റെ ദൈവം ദൂതനെ അയച്ചത് തുറക്കാൻ പോവുകയാണ്. ഇതാ 1-ാം കാവലും 2-ാമത്തേതും ദൂതൻ അവന് തുറന്നു കൊടുക്കുന്നു. ഇരുമ്പ് വാതിൽ സ്വതമേ തുറക്കുകയാണ്, പട്ടണവാതിൽ. ആത്മാവിൽ സ്വീകരിക്ക്. നിന്റെ ജീവിതത്തിനകത്ത് ചിലതിപ്പോൾ സംഭവിക്കുന്നു ഞാൻ കാണുകയാണ്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നു. എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആളെ അയച്ചത് ആ പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. വാക്തത്വമുള്ള ചിലവരുടെ വാതിലുകൾ തുറന്നു വരികയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അമ്മയുടെ ഉദരം മുതൽ 40-ലധികം വർഷമായി മുടന്തനായി യാചകന്റെ രൂപത്തിൽ ഇരിക്കുന്നവനെ, ആലയത്തിന് മുമ്പിൽ യാചകനായി ഇരിക്കുന്നവന്റെ അടുക്കലേക്ക് പത്രോസ് യോഹന്നാനും വരികയാണ്. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറഞ്ഞവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഉടനെ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അറിയാം, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ പത്രോസിനെ പോലെ ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഇതാ നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ചിലവർ ഇതാ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്, നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ എഴുന്നേൽപ്പിക്കുവാനായി. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 9-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിലേക്ക്. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. 12-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ശബ്ദം അനന്യാസ് കേൾക്കുകയാണ്. അനന്യാസിനോട് ദൈവം പറയുകയാണ്, തർസോസുകാരനായ ശൗലിനെ
നീ യൂദയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കണം, അവൻ്റെ മേളിൽ കൈവയ്ക്കണം. കാരണം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് ദൈവം ഇടപെട്ടു. അനന്യാസ് എന്നൊരാൾ വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, നിങ്ങളുടെ എഴുന്നേൽപ്പിന് വേണ്ടി ദൈവം ചിലവരെ അയക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ചിലവരെ അയക്കാൻ പോവുകയാണ്. അങ്ങനെയൊന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നോളൂ. 3 നേരം പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ഇതാ സിംഹക്കുഴിയിൽ അടക്കിയാണ്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം രാജാവിൻ്റെ ഉറക്കത്തിൽ കിടത്തുകയാണ്. അധികാലത്ത് ഇതാ രാജാവ് വിഷമത്തോടെ ആ സിംഹക്കുഴിയുടെ അടുക്കൽ വരികയാണ്. ദുഃഖ ശബ്ദത്തോടെയാണ് ദാനിയേലേ എന്ന് വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, ആ വാക്യം നമ്മളത് വായിക്കാൻ പോകുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. 21-ാമത്തെ വാക്യം. ദാനിയേൽ രാജാവിനോട്, രാജാവിന് ദീർഘായുസ്സായിരിക്കട്ടെ. 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഈ വാക്യം ആഴമായ ഒരു വിടുതലാണ്. 3 നേരം പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും എൻ്റെ ദൈവം ആണയച്ച് നിന്നെ വിടുവിക്കും. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ അയക്കുകയാണ്. വിശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തോ ഒരു എഴുന്നേൽപ്പ് നടക്കാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ ദാനിയേൽ ആ സിംഹക്കുഴിയിലായി. ആ രാത്രിയിൽ രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി. അത് രാവിലെ രാജാവ് ഇതാ ദുഃഖ ശബ്ദത്തോടെ സിംഹഗുഹയുടെ അടുക്കലെത്തുമ്പോൾ ഇതാ ദാനിയേൽ രാജാവിനോട് മറുപടി പറയാണ്, എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ വായ ഇതാ ദൂതനെ അയച്ച് ദൈവം അടയ്ക്കാൻ പോവുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇത് ചിലവർക്ക് വേണ്ടി ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന കാണാൻ പറ്റും. കൊർണേലിയോസിൻ്റെ അടുക്കലേക്ക് വന്ന് പത്രോസിനെ വിളിക്കാൻ പറയുന്ന ദൂതന്മാർ ഇതാ നിനക്ക് വേണ്ടി ചില ഡെസ്റ്റിനിയെ തിരിക്കുന്ന പോലെ ഉന്നത അധികാരികളോട് ദൈവം ഇടപെടുകയാണ്. നിന്റെ പേപ്പറിനെ ചലിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിനകത്ത് നന്മകളെ വെളിപ്പെടുത്തുവാനായിട്ട്. കണ്ണുകളൊന്ന് അടച്ച് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഓരോ മക്കളുടെ മേലിലും വെളിപ്പെട്ട് വരികയാണ്. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒത്തിരി അസുഖങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കാലിൻ്റെ ഭാഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അൾസർ പോലെ വെരിക്കോസ് വൈൻ വന്നിട്ട് അൾസർ പോലെ ആയിരുന്നു. അത് പൊട്ടി ഇങ്ങനെ വെള്ളം പോലെ വരുമായിരുന്നു. പാസ്റ്ററോട് പറഞ്ഞപ്പോൾ അത് മാറുമെന്ന് പറഞ്ഞു. അത് പൂർണ്ണ സൗഖ്യമായി. അതുപോലെ തോളിൽ വേദന ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ എടുക്കണം, ഭാരമൊക്കെ എടുക്കണം. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ സൂമിൽ പ്രവർത്തിച്ച അനവധി സാക്ഷ്യങ്ങളുണ്ട്. മുട്ടുവേദനയൊക്കെ എൻ്റെ പൂർണ്ണമായി മാറി തന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ആഗ്രഹിച്ച വന്നിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ലഭിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വചനത്തോട് പറ്റിച്ചേർന്നിരിക്കാനും ഒത്തിരി കൃപകളാലും ദൈവം നന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഒരു സാക്ഷി ഇനി നിൽക്കണം, കുടുംബമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇടവരുത്തുന്നതായ സ്തോത്രം, നന്ദി, ആമേൻ. എൻ്റെ സാക്ഷിയാണ് ദൈവം എനിക്ക് എൻ്റെ മകൾക്കും സൗഖ്യം തന്നത്. എൻ്റെ മോൾക്ക് 2-3 മാസം കൊണ്ട് പനിയും ജലദോഷമായിരുന്നു. ഹോസ്പിറ്റലിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി ടെസ്റ്റുകളെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അങ്ങനെ മോൾക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ്ട് ഇടത്തെ മോക്കിൽ നിന്നാണ്ട് ബ്ലഡ് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നരമ്പ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററിന് ഞാൻ അപ്പോഴും തന്നെ മെസ്സേജ് ഇട്ട്, പാസ്റ്റർ എൻ്റെ മോളെ ഇടത്തെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു. പാസ്റ്റർ അപ്പോഴും തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ആ ബ്ലഡ് അങ്ങ് സ്റ്റോപ്പായി. ദൈവം ഇത്രത്തോളം വലിയൊരു സൗഖ്യമാണ്, ഒരു വിടുതൽ അത്ഭുതമാണ് എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്തത്. അതേപോലെ ഇന്നലെ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. നടുവിൻ്റെ അവിടെ ഭയങ്കര അസ്വസ്ഥയും ബുദ്ധിമുട്ടായി. വന്നോടെ ഞാൻ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവിടെ വർഷിപ്പ് നടന്ന സമയത്ത് എനിക്ക് എണീച്ച് ആരാധിക്കാൻ വയ്യ. എന്നിട്ടും ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ ഉപവാസം എടുത്ത് വന്നതല്ലേ ദൈവമേ, എനിക്കൊരു വിടുതൽ എനിക്ക് കിട്ടിയേ തീരത്തുള്ളെന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ച് ആ രാവിലത്തെ ആ പാസിൻ്റെ ആ മെസ്സേജിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ എൻ്റെ നടുവിൻ്റെ ബാക്കിൽ നിന്ന് എന്തോന്നാ ഒന്ന് പറഞ്ഞു മാറുന്നതാണൊക്കെ എനിക്ക് അനുഭവപ്പെട്ട് ദൈവം അത്രത്തോളം സൗഖ്യം തന്നു. അതേപോലെ എൻ്റെ നെഞ്ചിൻ്റെ വലത്ത് ഭാഗത്ത് ഭയങ്കര ശ്വാസം കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതും എനിക്ക് ദൈവം തൊട്ട് എനിക്ക് സൗഖ്യമാക്കി തന്നു. അതേപോലെ പിന്നെ മോക്ക് ആസ്മയുടെ രോഗമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം കഫം പഴുത്ത് അങ്ങനെ ഡോക്ടർ പറഞ്ഞ്
മിഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ശരീരമാണെങ്കിൽ ആ പിന്നെ സ്പ്രേയുടെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ ശ്വാസം തന്നെ ആ ശരീരത്തിന്മേൽ പകരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ സ്പ്രേ യൂസ് ചെയ്യേണ്ട അവസ്ഥ ദൈവം അതിന് വഴി ഒരുക്കിയില്ല. സഭയ്ക്കും പാസ്റ്ററിനും ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. കർത്താവിൽ അഭിവന്ദ്യ പാസ്റ്റർക്ക് കുടുംബത്തിനും നന്ദിയും കൃതജ്ഞതയും ആദ്യമായി പറയട്ടെ. TV പ്രോഗ്രാം കണ്ട് അതനുസരിച്ചാണ് മലപ്പള്ളിയിൽ നിന്നും ഇവിടെ വന്നത്. ഇവിടെ വന്നെങ്കിലും മകൾക്ക് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞാനും ഭാര്യയും കൂടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അവിടുന്ന് അടിയങ്ങൾ വിളിക്കുകയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടുകയും ചെയ്തു. അത്ഭുതകരമായ മാറ്റമാണ് 30 വർഷം ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളിൽ വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പുതിയ ഉണർവ്, ഒന്ന് കടലിൽ നടുവ് നിന്ന് കരയ്ക്കായി. അത്രയും കൃപ ലഭിച്ച് ദൈവം തന്നെ അനുഗ്രഹിച്ചതിനായി വളരെയധികം നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു. 30 വർഷമായിട്ട് ഇവരനുഭവിച്ച ദുരിതത്തിൽ നിന്ന് കഴിഞ്ഞ മാസം ദൈവം അവർക്കൊരു അത്ഭുത വിടുതൽ കൊടുത്തു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് എങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ശാരീരികമായും മാനസികമായിട്ടൊക്കെ? ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ അത്ഭുതകരമായ വ്യത്യാസമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഡിസംബർ 3-ാം തീയതി വരുമ്പോഴത്തേക്കും ഇതുപോലൊന്നും അല്ലായിരുന്നു. ഇപ്രാവശ്യം ഈ കഴിഞ്ഞ ഞായറാഴ്ചയും ഇന്ന് വരാൻ ദൈവകൃപയാൽ സാധിച്ചു. വളരെ ഫ്രഷായിട്ട് തന്നെയാണ് വന്നത്. വളരെ സന്തോഷമുണ്ട്. ആമേൻ. ഒന്ന് കരം ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്. ദൈവം ഇവർക്ക് കൊടുത്ത് വിടുതലായി സ്തോത്രം ചെയ്യുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ഇപ്പോൾ തന്നെ എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി വഴികൾ തുറക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. ആ സൗഖ്യം നടക്കുന്നതിനായി നന്ദി, വിടുതൽ നടക്കുന്നതിനായി നന്ദി, ജോലിയുടെ വഴി തുറക്കുന്നതിനായി നന്ദി. യേശുവേ, ഓരോ മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ സമയമാക്കണമേ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ, ഇതൊരു സാക്ഷ്യത്തിൻ്റെ സമയമാക്കണമേ. എൻ്റെ ദൈവം ചിലവരെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ പ്രിയരെ, തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും കുണ്ട്രയിലും തിരുവനന്തപുരത്തും ഒക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ്. നിങ്ങൾ ഇവിടെ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ഒരു ദിവസങ്ങളിൽ നേരിട്ട് വന്ന് ഒരു ആരാധന അറ്റൻഡ് ചെയ്യും, ആ വിടുതൽ അനുഭവിക്കുകയും ചെയ്യേണ്ടതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധികം പ്രവർത്തിക്കട്ടെ. ഒരുമിച്ച് നിങ്ങൾ വിശ്വസിക്കുകയും കടന്നു വരികയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മെസ്സേജുകൾക്ക് വേണ്ടി നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നേരിട്ട് കാണാനുള്ള അവസരങ്ങളുണ്ട്. നേരിട്ട് കടന്നു വരണമേ. വലിയ വിടുതലുകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമേ. കർത്താവ് എല്ലാം നിലയിൽ നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.